ബേക്ക് ആൻഡ് ടേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങൾക്ക് ബേക്കിംഗ് പഠിക്കാൻ ഇഷ്ടമാണോ? എങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളെ പഠിപ്പിക്കുന്നത് നമ്പർ കേക്കാണ്. അപ്പോൾ ഇന്ന് 8ാം നമ്പർ കേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പം നിങ്ങൾ വീഡിയോ ഫുള്ള് കണ്ടാൽ മാത്രമേ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്, കട്ട് ചെയ്യുന്നതും അതുമാത്രമല്ല നമ്മളിതിൽ ചേർക്കുന്ന കാര്യങ്ങളും എല്ലാ അളവുകളും എല്ലാം കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ, അത് മനസ്സിലാക്കാനും പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് കേക്ക് ടിൻ എടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നും 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വലിയ കേക്ക് തയ്യാറാക്കുകയാണെങ്കിൽ അതിൻ്റെ അളവനുസരിച്ച് കൂട്ടി കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു കേക്കിൻ്റെ ടിന്നിൽ കുറച്ച് സൺഫ്ലവർ ഓയിലൊന്ന് ഒഴിച്ച ശേഷം എല്ലായിടവും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് മാവ് ഒന്ന് ഇട്ട് കൊടുക്കും. അതൊന്ന് എല്ലാ ഭാഗത്തും ഒന്ന് ആക്കിയ ശേഷം നമ്മൾ അതിലേക്ക് ബട്ടർ പേപ്പർ വച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുമാത്രമല്ല നമ്മൾ ഈ ഒരു നമ്പർ കേക്കൊക്കെ തയ്യാറാക്കുമ്പോൾ നമ്മൾ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള നമ്മൾ ആ ഒരു കാർഡ് നമ്മൾ എടുക്കുക കേട്ടോ. ആ ഒരു ബോർഡ് എടുക്കുക റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള. അപ്പോൾ ഞാൻ ഇവിടെ 2 കിലോയുടെ ബോർഡാണ് എടുത്തിരിക്കുന്നത്. അപ്പം നീളമെന്ന് പറയുന്നത് നമ്മൾ 15 സെൻറ്റിമീറ്ററാണ്, വീതി 12 കേട്ടോ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആ ഒരു കേക്ക് ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എത്ര കിലോയുടെ കേക്കിൻ്റെ അളവ് പറയുമ്പോൾ നമുക്കത് വാങ്ങിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ കേക്ക് ഡെക്കറേഷൻ ചെയ്യുന്ന ബേസ് അതുപോലെ തന്നെ കേക്ക് ടിന്നും എല്ലാം നമ്മളിതാ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഞാൻ ഇത്രയും ലോങ് ആയിട്ടുള്ള വീഡിയോ ഇടുന്നത് വെച്ചാൽ നിങ്ങൾക്ക് നല്ലതുപോലെ പഠിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇത്രയും ലോങ് ആയിട്ട് ഇടുന്നത്. ഇനി നമ്മൾ ഇതിന് വേണ്ടിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കുക. ഞാൻ ഇവിടെ 1/4 കപ്പ് അളവിലാണ് നമ്മൾ മൈദാമാവ് എടുത്തിരിക്കുന്നത്. ഗ്രാം അളവ് പറയുകയാണെങ്കിൽ 150 ഗ്രാം കാണും കേട്ടോ. അതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. ഞാൻ ഇതിൽ ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് അരിച്ച് 2-3 പ്രാവശ്യം നിങ്ങൾ അരിച്ചെടുക്കുക. അതല്ലെങ്കിൽ ഒരു പ്രാവശ്യം അരിച്ചതിന് ശേഷം മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ 1/4 കിലോയുടെ നമ്മൾ അളവെടുത്താൽ മാത്രമേ നമുക്ക് അത്രയും പൊക്കത്തിലുള്ള കേക്ക് നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റുള്ളൂ കേട്ടോ. ഇനി നമുക്ക് മുട്ട ബീറ്റ് ചെയ്തെടുക്കുക. അതിന് വേണ്ടി ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് 5 മുട്ടയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. 5 മുട്ടയാണ് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ 1/4 കിലോ കേക്കിന് 5 മുട്ടയാണ് എടുക്കുന്നത് കേട്ടോ. 1.5 കിലോ ആണെങ്കിൽ 6 മുട്ട എടുക്കും. അപ്പോൾ അത് നിങ്ങൾ അളവ് അനുസരിച്ച് എടുക്കുക. അതിനുശേഷം ഒരു അടപ്പ് നിറച്ച് ഞാൻ ഇവിടെ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും ചേർത്ത് നല്ലതുപോലെ സ്പീഡ് കൂട്ടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം നല്ലതുപോലെ ഒന്ന് ബീറ്റായി വരുമ്പോൾ വേണം നമ്മളിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ പഞ്ചസാര പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ നിങ്ങൾ 1 കപ്പ് നിറച്ച് അളവിലെടുക്കുക കേട്ടോ. അതുമാത്രമല്ല പഞ്ചസാര പൊടിക്കാത്തതാണ് ചേർക്കുന്നത്, 1/4 കപ്പും കുറച്ചും കൂടി അളവിലെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ മുട്ട നല്ലതുപോലെ ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടിച്ച പഞ്ചസാര, ഞാൻ ഇവിടെ 1 കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് വീതം ചേർത്ത് നമ്മളതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്കും സപ്പോർട്ടും ചെയ്യണം. പിന്നെ ആ ഒരു ഹൈപ്പ് എന്ന ഓപ്ഷനും എല്ലാവരും കൊടുക്കണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് നമ്മൾ ബേക്കിംഗ് ഒക്കെ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് എൻ്റെ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ മുട്ട നല്ലതുപോലെ ബീറ്റായി വരുമ്പം മുട്ടയുടെ ആ കളറൊക്കെ മാറി ഒരു വെള്ള കളറായി വരും. അതുവരെ നിങ്ങൾ മുട്ട നല്ലതുപോലെ ബീറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണാൻ താല്പര്യമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്ത് പോവാം കേട്ടോ. കാരണം ഞാൻ ഇത് ലോങ് വീഡിയോ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ് ഞാൻ ഇടുന്നത് കേട്ടോ. നമ്മൾ തുടക്കക്കാർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ്. അപ്പോഴത് ഇത്തിരി ലോങ് ആയിട്ട് പറഞ്ഞു തന്നാൽ മാത്രമേ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ മുട്ട ബീറ്റ് ചെയ്തതും കറണ്ട് പോയതും ഒരേ സമയത്തായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ 5 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പും കുറച്ചും കൂടിയാണ് എടുത്തത് കേട്ടോ. അപ്പോൾ പിന്നെ കറണ്ട് ഇല്ലാത്തത് കൊണ്ട് പിന്നെ എനിക്ക് വിസ്ക് ഉപയോഗിച്ചാണ് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തത്. പിന്നെ ഞാൻ ഹാൻഡ് ബീറ്റർ ഉപയോഗിച്ചില്ല, ആ ഒരു വിസ്ക് ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് ഇങ്ങനെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ. പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ എപ്പോഴും നമ്മൾ മിക്സ് ചെയ്യുമ്പോഴും ആ ഒരു മുട്ടയൊക്കെ പതഞ്ഞത് താഴ്ന്നു പോകാതെ പതുക്കെ വേണം നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഇത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനവിടെ ആ ഒരു വിസ്ക് ഉപയോഗിച്ച് പതുക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. കൂടുതലായിട്ടിട്ടൊന്ന് ബീറ്റ് ചെയ്യാൻ പാടില്ല, നമ്മളത് മിക്സ് ചെയ്യാനും പാടില്ല കേട്ടോ. ഇതുപോലെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്യുക.
ഇനി നിങ്ങൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യുമ്പോൾ കട്ടിയെന്ന് തോന്നിയാൽ നിങ്ങൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ കുറച്ച് ചെറു ചൂട് പാൽ ഒരു 2-3 സ്പൂൺ അല്ലെങ്കിൽ ഒരു 1/4 കപ്പ് എടുത്ത് വച്ചിരിക്കുക, കുറച്ച് വീതം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു ചൂട് പാലില്ലെങ്കിൽ ചെറു ചൂട് വെള്ളമായാലും മതി കേട്ടോ. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് കണ്ടോ, ഒട്ടും തന്നെ ആ ഒരു മുട്ടയൊന്നും താണു പോകാതെയാണ് ഞാൻ ഈ ഒരു നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ 2 കേക്കിൻ്റെ ട്രേയിലേക്ക് ഒരേപോലെ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു അരഭാഗം ഒഴിച്ച് കൊടുക്കുക, അതിനും അരഭാഗം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അതാകുമ്പോൾ കറക്റ്റ് അളവിൽ നമുക്ക് ആ ഒരേ പൊക്കത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമ്മളിതിനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടി ഒന്ന് ഇതുപോലെ ഒന്ന് 2-3 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇവിടെ അലുമിനിയം പാത്രത്തിലാണ് വേവിച്ചെടുക്കുന്നത്. 2 പാത്രത്തിലേക്ക് ഞാൻ വച്ച് കൊടുത്ത് ഒരു 30 മിനിറ്റ് നോക്കുക. വെന്തില്ലെങ്കിൽ കുറച്ച് നേരം കൂടെ വച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ എൻ്റെ അടുത്ത് കുറേ കൂട്ടുകാർ കേൾക്കുന്നുണ്ട്, ഏത് വിപ്പിംഗ് ക്രീമാണ് ചേച്ചി ഞാൻ ഉപയോഗിക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ ഇവിടെ 2 വിപ്പിംഗ് ക്രീമാണ് ഉപയോഗിക്കുന്നത്. ഈ ഒരു 2 വിപ്പിംഗ് ക്രീമാണ് ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ ഒരു കാര്യം, അതൊക്കെ നിങ്ങൾ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടം, എനിക്ക് നല്ലതായിട്ട് പെർഫെക്റ്റായിട്ട് കേക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം, ചിലവർക്ക് വിവയുടെ കാണും, ഏതൊക്കെ ഇഷ്ടമുള്ള റിച്ചിൻ്റെ ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിപ്പിംഗ് ക്രീം ഉപയോഗിക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമുള്ളത് അത് ചേർക്കട്ടെ. ഞാൻ ഇത് തുടക്കത്തിലേ ഞാൻ ഈ 2 വിപ്പിംഗ് ക്രീമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എനിക്ക് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു വിപ്പിംഗ് ക്രീം ഉപയോഗിക്കുക. നമ്മൾ വിപ്പിംഗ് ക്രീം എടുക്കുമ്പോൾ ഇതുപോലെ ഒരു 4 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫ്ലഫി ആയിട്ട് നമുക്ക് കിട്ടും. കാരണം നമുക്ക് ആ ഒരു നല്ലതായിട്ട് നമുക്ക് ആ സ്റ്റിഫായിട്ട് തന്നെ നമുക്ക് ആ ഒരു വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഒരു 4 മിനിറ്റ് മാത്രം മതി, അതിൽ കൂടുതലൊന്നും ബീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ നിങ്ങൾ 2 ടയർ കേക്കൊക്കെ തയ്യാറാക്കുകയാണെങ്കിൽ ഇത്തിരി കുറച്ചും കൂടെ നേരം ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇപ്പം നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം, നമുക്ക് ആ ഒരു വിപ്പിംഗ് ക്രീം എടുക്കുമ്പോൾ തന്നെ അറിയാം. നമ്മൾ ഇങ്ങനെ ഒന്ന് കമത്തി നോക്കുമ്പോൾ ഒട്ടും തന്നെ അത് ഇളകി വീഴാത്ത രീതിയിലായിരിക്കണം, കണ്ടോ. അതേ പെർഫെക്റ്റായിട്ട് തന്നെ ഇരിക്കും കേട്ടോ വിപ്പിംഗ് ക്രീം. ഈ സമയത്ത് ഞാൻ കേക്കൊക്കെ തയ്യാറാക്കി വെച്ച് നല്ലതുപോലെ ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് ആ ഒരു മോൾഡിൽ നിന്ന് ഇളക്കി മാറ്റാം കേട്ടോ. അപ്പോൾ നല്ല പഞ്ഞി പോലത്തെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഇതുപോലെ 2 ഒരേ അളവിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അധികം പൊക്കത്തിലല്ല. ഇവിടെ നമ്മൾ 2 ലെയറാണ് ചെയ്യുന്നത് കേട്ടോ. 3 ലെയറല്ല, 2 ലെയറാണ് കേക്ക് ചെയ്യുന്നത്. ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റി. ഇനി നമുക്ക് കേക്ക് ബോർഡ് ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഞാൻ ഇവിടെ 2 കേക്കും വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കണ്ടോ, 2 ഒരേ അളവിൽ ഒരേ പൊക്കത്തിലല്ലേ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ വേണം നമ്മൾ കേക്കൊക്കെ തയ്യാറാക്കിയെടുക്കാൻ. നമ്മൾ ഒന്ന് പൊക്കം കൂടി ഒന്ന് പൊക്കം കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇതായിട്ട് കിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് ഇതിനെ 8 ആക്കുന്നതിന് മുമ്പേ നമുക്ക് ഈ 2 സൈഡ് നിങ്ങൾ വീഡിയോ കാണുന്നത് പോലെ ചെയ്യണം കേട്ടോ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് കാണുമ്പോൾ നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലാക്കും. അപ്പോൾ ഞാൻ ഇവിടെ ഈ 2 സൈഡും ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കുകയാണ്. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഈ ഒരു സൈഡും അതേപോലെ ആ ചെറുതിൻ്റെ ആ ഒരു സൈഡ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ 2 കേക്കും കൂടി ഒന്നിച്ചൊന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക് 8ാം നമ്പർ കേക്ക് കിട്ടും. അപ്പോൾ ചിലർ ഫുള്ള് ഒരേ അളവിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഫുള്ള് ഒരേ അളവിൽ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഒരു ചെറുതും ഒരു വലുതായിട്ടാണ് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഈ 2 കേക്കിലും ഒരു ഹോൾ ഇട്ട് കൊടുക്കണം, നടുക്ക് ഒരു ഹോൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഗ്ലാസ് എടുത്ത് ഇതുപോലെ നടുഭാഗം ഒന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു അളവിൽ കറക്റ്റായിട്ടൊന്ന് കട്ടായി കിട്ടും. അതിന് ശേഷമാണ് നമുക്ക് ഈ ഒരു കേക്ക് 2ആയിട്ട് നമ്മൾ അത് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഒന്ന് നമുക്ക് എടുക്കാം കേട്ടോ. ഇതേപോലെ തന്നെയാണ് ഞാൻ അടുത്ത കേക്ക് 2 കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിനെ 2 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല ലെവലായിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ 4 ചുറ്റും കത്തി ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. അതിനുശേഷം നമ്മളൊരു നൂല്, നമ്മൾ തുണിയൊക്കെ തയ്ക്കാൻ ഉപയോഗിക്കുന്ന ആ നൂലില്ലേ, ആ ഒരു നൂല് കൊണ്ട് പതുക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ കേക്കിൻ്റെ ബോർഡ് എടുത്തിട്ടുണ്ട്. റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ബോർഡാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം കുറച്ച് ക്രീം ഒന്ന് തേച്ചതിന് ശേഷം ഞാനിവിടെ 2 കേക്കിൻ്റെ
ഫസ്റ്റ് ലെയർ കേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഇനി നമ്മളിതിലേക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ഒന്ന് നനച്ചെടുക്കുക. നല്ല പഞ്ഞി പോലത്തെ കേക്ക് ആയതുകൊണ്ടാണ് കേട്ടോ കുറച്ച് ഞാൻ അത് വെറ്റ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ ഇതുപോലൊരു ക്രീം പൈപ്പിംഗ് ബാഗിൽ എടുത്തിട്ട് നമുക്കിതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. അതാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ ആ ഒരു ക്രീം എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ലേ? നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ നല്ലതായിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പോൾ കേക്ക് ഉണ്ടാക്കാനൊക്കെ പഠിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക. നല്ല രീതിയിൽ കേക്ക് ഉണ്ടാക്കി പഠിക്കാനൊക്കെ പറ്റും. അതിനുശേഷം നമുക്ക് ആ ഒരു സൈഡ് നടുക്ക് ഭാഗത്തും കൂടി ഇതുപോലെ കുറച്ച് ക്രീമൊക്കെ ഒന്ന് തേച്ച് ഇതുപോലെ ഒന്ന് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ സാധാരണ കേക്കിൽ എന്തൊക്കെയാണ് ചേർക്കുന്നത് അതെല്ലാം ചേർക്കാം. ഞാൻ ഇവിടെ മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ വൈറ്റ് ചോക്ലേറ്റും മിൽക്ക് മെയ്ഡും ഒക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ലെയറും അതേപോലെ നമ്മൾ രണ്ടാമത്തെ ലെയർ വയ്ക്കുമ്പോൾ അടിഭാഗത്തുള്ള ലെയർ വയ്ക്കുന്നതാണ് നല്ലത് കേട്ടോ. ഇനി നമുക്ക് ക്രം കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ക്രീമിൻ്റെ എല്ലാ ഭാഗത്തും ആ കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ക്രീം ഒന്ന് തേച്ച് കൊടുത്തൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഞാൻ കൂടുതൽ കാണിക്കുന്നില്ല. നിങ്ങൾ പതുക്കെ ഒന്ന് ചെയ്തൊക്കെ എടുത്താൽ മതി കേട്ടോ. ഇതെല്ലാം കാണിക്കുന്നത് കൃത്യമായിട്ട് നിങ്ങൾ പയ്യെ ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏത് കേക്കും ചെയ്യാൻ നമുക്ക് ഈസി ആയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ആ ഒരു കുഴിഞ്ഞ ഭാഗത്തും ഇതുപോലെ ക്രീം എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു കേക്കിൻ്റെ എല്ലാ ഭാഗവും ഒന്ന് നമുക്ക് ക്ലിയറാക്കി കിട്ടാൻ വേണ്ടി ഒരു കാർഡ് ഉപയോഗിച്ച് എല്ലാ ഭാഗവും ഒന്ന് ഇതുപോലെ ഒന്ന് വച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ക്രീം നല്ലതുപോലെ പറ്റിപ്പിടിച്ചിരിക്കും. അതിനുശേഷം ഒരു അരമണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ശേഷം നമുക്ക് കേക്ക് നമുക്ക് ഐസിങ് ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ ഇവിടെ കറണ്ട് ഇല്ലാത്തത് കൊണ്ട് കേട്ടോ ഇപ്പോഴും കറണ്ട് ഇടയ്ക്കിടയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഒരു 10 മിനിറ്റ് മാത്രമാണ് കേട്ടോ എനിക്ക് തണുപ്പിക്കാൻ അത് പറ്റിയത്. പിന്നെ അതിന് ശേഷം ഞാൻ ഫൈനൽ ഡെക്കറേഷൻ ചെയ്യുക എടുത്ത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് വെച്ചാൽ കറണ്ട് പോകും വരും അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കേക്ക് ചെയ്ത ഉടനെ തന്നെ ഞാൻ കസ്റ്റമറിനെ വിളിച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് എടുത്ത ആ ഒരു നടുഭാഗത്തിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തെടുത്ത കേക്ക് കൊണ്ട് ഞാൻ ഇവിടെ ഒരു ലഞ്ച് ബോക്സ് കേക്കും കൂടെ തയ്യാറാക്കി അവർക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഞാൻ ഇവിടെ ഒന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കുകയാണ്. അത് നേരത്തെ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ അത് ലെയറായിട്ട് നമ്മൾ കേക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മളിതുപോലെ റൗണ്ടിന് എടുത്തിട്ടോ. അപ്പോൾ നമ്മളത് വെറുതെ ഇതാക്കാതെ അതിൽ കൂടെ നമ്മൾ ഈ ഒരു കേക്കും കൂടി ചെയ്ത് കൊടുക്കുമ്പം അവർക്കും സന്തോഷമാവും നമുക്കും സന്തോഷമാവും. അപ്പോൾ ഞാൻ ഇവിടെ കേക്കെല്ലാം ആ ഒരു കേക്കും കൂടി ഒന്ന് ഫിനിഷ് ചെയ്തെടുത്ത് ലഞ്ച് ബോക്സ് ആ ഒരു ബോക്സിലേക്ക് ഞാൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഒന്ന് ആക്കിയിട്ടുണ്ട്. അധികം ഡെക്കറേഷനൊന്നും ഇല്ല. കുറച്ച് ഇത് സ്പ്രിങ്കിൾസും കൂടി ഇട്ട് കൊടുത്ത് ഡെക്കറേഷൻ ചെയ്ത് കൊടുത്തട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെയാണ് ഞാൻ ഇതുപോലെ ബാക്കി വരുന്ന കേക്കുകളൊക്കെ ഇതുപോലെ ചെയ്ത് കൊടുക്കും കേട്ടോ എല്ലാവർക്കും. അപ്പോൾ ഞാൻ അതവിടെ കേക്ക് അടുത്ത് നമ്മൾ ഫിനിഷ് ചെയ്യാൻ പോവുകയാണ്. കട്ടിക്ക് തന്നെ ക്രീമൊക്കെ എല്ലാ ഭാഗത്തും ഒന്ന് നല്ലതായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. ഞാൻ കൂടുതലായിട്ട് ഡീറ്റെയിൽസ് ആയിട്ടൊന്നും ഇടുന്നില്ല. അപ്പോൾ ഇതുപോലെ തേച്ച് എല്ലാ ഭാഗത്തും കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ക്രീമൊക്കെ തേച്ച് നല്ല ഫിനിഷ് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഓരോ മോഡൽ ചെയ്യും പോലെ ഇരിക്കും കേട്ടോ. അധികം ഫിനിഷ് ചെയ്യണമെങ്കിൽ നമ്മൾ പുറത്തൊക്കെ നിറയെ നമ്മൾ ഇത് ചെയ്യുകയാണെങ്കിൽ ഫ്ലവറൊക്കെ ചെയ്യുകയാണെങ്കിൽ അധികം നമ്മൾ ഫിനിഷ് ചെയ്യേണ്ട കേട്ടോ. അതിനുശേഷം ഞാൻ പുറത്ത് കൊടുക്കുന്നത് രണ്ട് കളറിലുള്ളതാണ് കേട്ടോ. നമ്മൾ റോസ് കളറും കൊടുക്കുന്നുണ്ട്, ബ്ലൂവും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇതുപോലെ റോസ് കളറും കൊടുക്കുന്നുണ്ട്. അടുത്ത് നമ്മൾ ഇതിനിടയ്ക്ക് ബ്ലൂ കളറിൻ്റെ ഫ്ലവറും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ഇതെനിക്ക് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് പിന്നെ കൂടുതൽ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ചെറിയൊരു ഇതിലാണ് കേട്ടോ, വെട്ടത്തിലാണ് പിന്നെ കൂടുതലും കേക്കിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയത്, ഡെക്കറേഷൻ എടുക്കാൻ പറ്റിയത്. അപ്പോൾ കറണ്ട് ഇടയ്ക്കിടയ്ക്ക് പോകുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഫുള്ള് വീഡിയോ എനിക്ക് ഡെക്കറേഷൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡൽ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ ആ ഒരു കുഴിഞ്ഞ ഭാഗത്ത് നമ്മൾ ഇതുപോലെ പൈപ്പ് ബാഗിൽ ചെറിയ നോസിൽ ഫ്ലവറിൻ്റെ ചെറിയ നോസിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിതുപോലെ എല്ലാ ഭാഗത്തും കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഭംഗിയില്ലാത്ത എല്ലാം അങ്ങ് മറച്ചെടുത്താൽ മതി കേട്ടോ. നമ്മൾ ആ ഒരു താഴ്ഭാഗത്തും എല്ലായിടത്തും ഇതുപോലെ ഒന്ന് ക്രീം കൊടുക്കുക കേട്ടോ എല്ലാ ഭാഗത്തും. അപ്പോൾ കാണാൻ നല്ല രസമായിരിക്കും കേട്ടോ. ഇതേപോലെ തന്നെയാണ് ഞാൻ സൈഡിലും ഇതുപോലെ ആ ഒരു നോസിൽ വെച്ച് തന്നെയാണ് ചെറിയൊരു നോസിൽ വെച്ച് തന്നെയാണ് സൈഡിലും നമ്മൾ ഡെക്കറേഷൻ കൊടുക്കുന്നത്. ഞാൻ സൈഡിൽ എല്ലാ ഭാഗത്തും നോസിൽ വെച്ച് ഇതുപോലെ ചെറിയ ചെറിയ ഫ്ലവർ വെച്ച് കൊടുക്കുന്നുണ്ട്.
അതിന് ശേഷം ആ കേക്കെല്ലാം ഡെക്കറേഷൻ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം, നല്ല ഭംഗിയുള്ള കേക്കായിരുന്നു. പിന്നെ നല്ല ടേസ്റ്റുമുള്ള കേക്കാണ് കേട്ടോ. പിന്നെ ഞാൻ ഇടുന്ന ഓരോ വീഡിയോയും നിങ്ങൾ കൃത്യമായിട്ട് അത് ചെയ്ത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് കേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ വീഡിയോ കണ്ടിട്ട് ചെയ്യാതിരുന്ന കേക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കണ്ടാൽ മാത്രമേ നമ്മളത് ചെയ്യുന്ന രീതിയും എല്ലാം മനസ്സിലാക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ഫുള്ള് കാണുക, സപ്പോർട്ട് ചെയ്യുക. അതുമാത്രമല്ല, നിങ്ങൾക്ക് ബേക്കിംഗ് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ആ ഒരു ഹൈപ്പ് എന്ന ഓപ്ഷനും കൊടുക്കണം.